ഇന്ന് തുടക്കക്കാരായിട്ടുള്ള അക്കൗണ്ടന്റ്മാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഒരു അക്കൗണ്ടന്റ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ടാലിയിൽ എങ്ങനെയാണ് വൗച്ചർ എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലി അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. വളരെ സിമ്പിൾ സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കില്ല. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. എനിക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. എന്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. എനിക്ക് ഇനി വേറൊരു ഐഡിയും കൂടി ഉണ്ട്, shyamastalieclass@gmail.com. അപ്പൊ ഇതിലേക്ക് മെയിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടാലിയില് വൗച്ചർ എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ വൗച്ചേഴ്സ് എന്താണ്, ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇന്ന് നമ്മൾക്ക് എങ്ങനെ എളുപ്പത്തിൽ അതേപോലെ തന്നെ എല്ലാ സ്റ്റെപ്പുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് വൗച്ചർ എൻട്രി ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് ടാലി നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ഉദ്ദേശിച്ച വിൻഡോ ചിലപ്പോൾ അതിൽ വന്നോളന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓരോ പോയിന്റ്സുകളും മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക? ഇവിടെ നമുക്ക് മുകളിൽ കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കമ്പനിയുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഞാൻ പേര് കൊടുത്തു. ഇപ്പോ ആകാശ് ഫർണിച്ചർ മാർട്ട് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇതൊരു ഫർണിച്ചറിന്റെ കടയാണ്. അപ്പൊ ആകാശ് ഫർണിച്ചർ മാർട്ട് എന്നുള്ള പേര് കൊടുത്തു. ഇവിടെ നമുക്ക് ആ കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അഡ്രസ്സ് എല്ലാം നമുക്ക് ഇവിടക്കും. അപ്പൊ നിങ്ങളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഒരു ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ് ചെയ്യണത്. ഇവിടെ നമുക്ക് കേരള, ഇവിടെ നമുക്ക് റീജിയൻ, നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കിവിടെ സ്റ്റേറ്റ് ആണെന്ന് വെച്ചെങ്കിൽ ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മൊബൈല്, ഫാക്സ്, ഇമെയില്. നമ്മൾ ഓൾറെഡി ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ അവിടെ നിലവിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ, നമ്മളുടെ വർഷം എന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഏതാണോ വർഷത്തെങ്കിൽ ആ വർഷം കൊടുക്കുക. അടുത്തത് ഇവിടെ ചോദിക്കും ബുക്സ് ബിഗിനിങ്. നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയറിന് യാതൊരുവിധ മാറ്റവും ഇല്ല. കാരണം ഓരോ രാജ്യത്തും ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ ആയിരിക്കും. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രം. ഇന്ത്യയിലെ ഏപ്രിലാണെങ്കിൽ യു എയിലാണെങ്കിൽ അത് ജനുവരിയിലാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ബുക്സ് ബിഗിനിങ് എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓരോ പേഴ്സണുമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഡേറ്റ് തന്നെ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇനി എൻട്രി ചെയ്യണ സമയത്ത് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ബേസിക് കറൻസി സിമ്പിൾ റുപ്പീസ്, അതിന്റെ ഫോർമൽ നെയിം INR വന്നിട്ടുണ്ട്. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്, നമ്മൾ സാധാരണ റുപ്പീസ് കഴിഞ്ഞിട്ടാണ് എമൗണ്ട് കാണിക്കാറുള്ളത്. എമൗണ്ടിന്റെ അപ്പുറത്ത് റുപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. അതേപോലെ ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ, നമുക്കൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് നമ്മളൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് സിമ്പിൾ കഴിഞ്ഞാൽ നമ്മളൊരു സ്പേസ് വിട്ടിട്ടാണ് എമൗണ്ട് കാണിക്കാറുള്ളത്. അപ്പൊ നമുക്കൊരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും. ഷോ എമൗണ്ട്സ് ഇൻ മില്യൺസ്, അതായത് ഇത് ഫോറിനിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ 1 lakh എന്ന് എഴുതുക, 1 കഴിഞ്ഞ് കോമയിട്ട് 2 0 വീണ്ടും 3 0, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക. എന്നാൽ ഫോറിനിൽ അങ്ങനെയല്ല. അവിടെ നമ്മൾ കാണിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ 100,000 എന്നാണ് പറയുക. 1 lakhനെ അവിടെ 100,000 എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എസ് കൊടുത്ത് ഞാൻ ആ ഒരു രീതിയിലേക്ക് ഫോർമാറ്റ് ചെയ്തിട്ട് വരും. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്, നമ്മളെല്ലാം 2 എന്നുള്ള ഡെസിമൽ പ്ലേസിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുക. വേർഡ് റെപ്രസെന്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ, നമ്മുടെ റുപ്പീസിന്റെ ഡെസിമൽ എന്ന് പറയുന്നത് പൈസയാണ്. അപ്പൊ നമ്മളിവിടെ പൈസ കൊടുക്കും.
നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ് അത് നമ്മൾ 2 എന്നുള്ളതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇതിലെ നമ്മുടെ ടാലി ഫീച്ചേഴ്സ്, ടാലി ഓപ്ഷൻസ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl A അടിച്ചാൽ മതി. ടാലിയിൽ എന്തും ക്വിക്കായിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കീ ആണ് Ctrl A. അപ്പോൾ നമ്മുടെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേര്, ഇവിടെ നോ വൗച്ചേഴ്സ് എൻഡഡ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഇയർ ഇവിടെ കാണിക്കും. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ ഗേറ്റ് ഓഫ് ടാലി, ഇതാണ് ടാലിയുടെ പ്രവൃത്തി മണ്ഡലം എന്നാണ് പറയുക. ഇവിടെ എന്താണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോൾ എന്താണ് ഇന്ന് പറയാൻ പോകുന്നത് വൗച്ചർ എൻട്രി. അതായത് എന്താണ് വൗച്ചർ എൻട്രി എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ഇടപാടുകളുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതായത് എന്താണ് ഇടപാട്? ഒരു വിക്കൽ വാങ്ങൽ പ്രക്രിയക്കാണ് നമ്മളൊരു ഇടപാട് എന്ന് പറയുക. അപ്പൊ ബിസിനസ്സിൽ നിങ്ങൾക്ക് അറിയാം, ഒരു കച്ചവടം നടത്തുമ്പോൾ അവിടെ എന്താണ് ഉണ്ടായിരിക്കുക? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കും, ആ സാധനങ്ങൾ നമ്മുടെ വില കൂട്ടിയിട്ട് വിൽക്കും. അതേപോലെ നമ്മുടെ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും, നമ്മൾക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പർച്ചേസ്, സെയിൽസ്, നമുക്ക് പൈസ കിട്ടും, നമ്മൾ പൈസ കൊടുക്കും, നമ്മൾ ഫർണിച്ചറുകൾ വാങ്ങിക്കും. ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെ റെക്കോർഡ് ചെയ്യണം, ഏതിൽ റെക്കോർഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രാൻസാക്ഷൻസിലെ വൗച്ചേഴ്സ് ആണ് ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് വി പ്രസ് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വി പ്രസ് ചെയ്തു. അപ്പോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡിലേക്കാണ് നമ്മൾ എത്തുക. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെന്റ് മോഡിലാണ് നമ്മൾ ചെയ്യുക. അതിനെ നമ്മൾ ഫങ്ഷൻ കീസ് എന്നാണ് പറയുക. കീബോർഡിൽ F1 മുതൽക്ക് F12 വരെയുള്ള കീസിനെയാണ് നമ്മുടെ ഫങ്ഷൻ കീസ് ആയിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഒരു ബിസിനസിന്റെ സ്റ്റാർട്ടിങ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ബിസിനസ്സിലേക്ക് പൈസ കിട്ടുന്നതായിട്ട് കാണിക്കണം. കാരണം നമ്മളെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ പറയുക. അതായത് ബിസിനസ് വാങ്ങിച്ചു, ബിസിനസ് വിറ്റു, ബിസിനസ്സിന് കിട്ടി. നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. എല്ലാം ബിസിനസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുക? ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് പൈസ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി എപ്പോഴും നമ്മൾ എന്തിനാണ്? റെസിപ്റ്റ് വൗച്ചറിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റെസിപ്റ്റ് ആണ് വന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റെസിപ്റ്റ് എടുക്കുമ്പോൾ അപ്പൊ ഞാനിപ്പോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് നേരിടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഒരു എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വേറെ വിൻഡോകളൊക്കെയാണ് വന്ന് കിടക്കുക. ഇപ്പൊ ഇവിടെ ക്രെഡിറ്റ് വന്ന് കിടക്കുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വന്ന് കിടക്കുക. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഗൈഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ല വന്ന് കിടക്കേണ്ടതെന്ന് വിചാരിക്കുക, വേറൊരു തരത്തിലായിരിക്കും വന്ന് കിടക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു. Ctrl H അടിച്ചാൽ മതി. ഞാൻ Ctrl H അടിച്ചു. അപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കും സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ സിംഗിൾ എൻട്രി സെലക്ട് ചെയ്തിട്ടെടുത്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവുക. നിങ്ങളിപ്പോൾ ഓൾറെഡി അക്കൗണ്ടന്റ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ടാലിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കണം എന്നുള്ളത് ആദ്യം പറയാം. ഇതെന്താണ്? സിംഗിൾ എൻട്രി മോഡാണ്. അപ്പൊ സിംഗിൾ എൻട്രി മോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെബിറ്റും ക്രെഡിറ്റും വരില്ല, ഈ ഒരു മോഡിലാണ് വരിക. ഇവിടെ നമുക്ക് മോഡിൽ അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്യാഷ്, ബാങ്ക് കൊടുക്കുക. അതേപോലെ പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്യാഷ് ആയിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ട് കാണിച്ചു. ഇവിടെ പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ എന്താണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് Alt C അടിച്ചിട്ട് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുത്തു. അണ്ടർ എന്നുള്ളത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം? ഓരോന്നും ഓരോ കറസ്പോണ്ടിങ് ഗ്രൂപ്പിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഗ്രൂപ്പുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാത് ഗ്രൂപ്പുകളിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിങ് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കറക്റ്റ് ആയ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് ആയ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മുടെ നെയിം, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എമൗണ്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ 2 ലക്ഷം രൂപ ക്രെഡിറ്റിലെ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് എന്താണ്? 2 ലക്ഷം രൂപ ഡെബിറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എൻ്റർ അടിച്ച് നരേഷനും കൊടുത്ത് ഈ എൻട്രി സേവ് ചെയ്തു. അപ്പൊ ഇതിപ്പോ ഏതിലാണ് നമ്മൾ ചെയ്തത്? സിംഗിൾ എൻട്രി മോഡിലാണ് ചെയ്തത്.
ഇനി നമ്മൾക്ക് ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഡബിൾ എൻട്രി മോഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡബിൾ എൻട്രി മോഡിലേക്ക് പോകുക? നമുക്ക് ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ എന്താണ് ഡബിൾ എൻട്രി മോഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഡബിൾ എൻട്രിയിൽ ഇപ്പൊ എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തതാണ് നമ്മുടെ ഡബിൾ എൻട്രി മോഡ്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ചെയ്യാൻ നമുക്ക് കൂടുതൽ എളുപ്പം ഈ ഡബിൾ എൻട്രി മോഡാണ്. അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമുക്ക് ഇതായിരിക്കും കൂടുതൽ നമുക്ക് നന്നായിരിക്കുക. അതായത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഈ ഡബിൾ എൻട്രി മോഡിലാണ് ചെയ്യുക. കാരണം സിംഗിൾ എൻട്രി മോഡിലാകുമ്പോൾ നമ്മൾക്ക് ഇപ്പോ പൈസ കിട്ടി ഒരാളുടെ അടുത്ത് നിന്ന്, അത് പകുതി ക്യാഷ് ആയിട്ടും പകുതി ചെക്ക് ആയിട്ടുമാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അത് നമുക്ക് സിംഗിൾ എൻട്രി മോഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് ഡബിൾ എൻട്രി മോഡിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ മോഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ചേഞ്ച് മോഡിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ എച്ച് അടിച്ചിട്ടാണ് നമ്മൾ രണ്ട് മോഡ് മാറ്റേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് റെസിപ്റ്റ് എന്നുള്ളത് ക്രെഡിറ്റ് വന്നു. ഇനി അടുത്തൊരു പ്രോബ്ലം എന്താണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് അല്ല വരിക, ചില ആൾക്കാർ 2/by ആയിട്ട് ചെയ്യും. അതെങ്ങനെയാണ് നമ്മൾ ആ 2/by ആയിട്ട് മാറ്റുക? അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് വന്ന് F12 ആണ് അടിക്കേണ്ടത്. ടാലിയുടെ എല്ലാ പ്രോഗ്രാമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് F12 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കും യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2/by ഡ്യൂറിംഗ് വൗച്ചർ എൻട്രി. ഈ ഒരു ഓപ്ഷൻ നമുക്ക് നോ കൊടുക്കാം. ഇനി ഇത് നമ്മൾ ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ അടിച്ചു. അപ്പോൾ ഇവിടെ കണ്ടു 2/by എന്നുള്ളത് വന്നു. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പൊ ക്രെഡിറ്റ് ഡെബിറ്റ് ആണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്താണ് ക്രെഡിറ്റ് ഡെബിറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ക്രെഡിറ്റ് ഡെബിറ്റ് ആണ് യൂസ് ചെയ്യണത്. അപ്പൊ ഞാൻ വീണ്ടും അവിടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? F12 അടിച്ചു. ഇവിടെ ഞാൻ യെസ് കൊടുത്തു. ഇത് ഞാൻ കൺട്രോൾ ചെയ്യാൻ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇപ്പൊ ക്രെഡിറ്റ് ഡെബിറ്റിൽ വന്നു. ഇപ്പൊ നമ്മുടെ ക്യാപിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ നമ്മൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് വിഡ്രോവല് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൗച്ചർ ടൈപ്പാണ് കോൺട്ര. അപ്പോൾ ഓരോ എൻട്രി നമ്മൾ ഓരോരോ വൗച്ചറുകളിലാണ് ചെയ്യേണ്ടത്. അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് അതിന് വേണ്ടി നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കുക? കോൺട്ര. ജസ്റ്റ് ഇവിടെ വന്ന് F4 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺട്ര എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ പൈസ എടുത്തിട്ട് നമ്മളെല്ലാം ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചിന്തിക്കുന്നത്. ബിസിനസ്സിലെ പൈസ ബാങ്കിലേക്ക് പോകുന്നു. അപ്പോൾ ക്യാഷ് എന്താണ് പോകുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ റൂൾ എന്തായിരുന്നു? ബിസിനസ്സിലേക്ക് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ വേറൊരു റൂളും പഠിച്ചിട്ടുണ്ടായിരുന്നു, മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ്. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ ലയബിലിറ്റി ഇൻകം ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് അക്കൗണ്ടിങ്ങിന്റെ റൂൾ എന്താണ്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ്? ക്യാഷ് എന്താണ്? പോവുകയാണ് ചെയ്യുന്നത്. പോകുന്നതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്യാഷ് ഇവിടെ ഉണ്ട്. അപ്പൊ ക്യാഷ് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും നമ്മുടെ കയ്യിലുള്ള കറന്റ് ബാലൻസ് ഇവിടെ കാണിക്കും. 2 ലക്ഷം രൂപ ഇപ്പൊ ഉണ്ട്. ഇതിൽ നമ്മൾ 1,50,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ 1,50,000 അടിച്ചു. അപ്പൊ ഇപ്പൊ കറന്റ് ക്യാഷ് എത്രയായി? 50,000 രൂപയായി മാറി. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോ എൻട്രി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ക്യാപിറ്റലിന്റെ എമൗണ്ട് എത്രയാണ്, ബാങ്കിൽ എത്ര പൈസയാണ്, എല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഡെബിറ്റ് വന്നു. ഡെബിറ്റ് എന്നുള്ളത് എന്താണ്? ബാങ്കിലാണ് പൈസ കൂടുന്നത്. അപ്പൊ ബാങ്കിനെ നമുക്ക് എന്താണ് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ബാങ്കിന്റെ ലെഡ്ജർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നില്ല. നമുക്ക് പുതിയതായിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. എന്തും ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കീ ആണ് Alt+C അടിച്ചാൽ മതി. എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് Alt+C, ഇവിടെ വെച്ചിട്ട് Alt+C അടിക്കൂ. ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാങ്കിന്റെ പേര് കൊടുക്കാം. ഇപ്പൊ SIB ബാങ്ക് എന്നുള്ള പേര് കൊടുത്തു. അണ്ടർ എന്താണ്? ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ബാങ്ക് അക്കൗണ്ട്. ജസ്റ്റ് B അടിച്ചാൽ ബിയിലുള്ളതെല്ലാം ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കും. ഇവിടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ അക്കൗണ്ട് നമ്പർ, IFS കോഡ്, സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച്, BSR കോഡ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. നെയിമും അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും, സ്റ്റേറ്റ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ എമൗണ്ട് ഇവിടെ ബാങ്കിലെ 1,50,000 ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം. ക്യാഷ്, അതേപോലെ തന്നെ ബാങ്കിൻ്റെ പേര്, ഡിനോമിനേഷൻ എങ്ങനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, 2,000 ആണോ 1,000 ആണോ 500 ആണോ, നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ജസ്റ്റ്
എൻ്റർ അടിച്ചു. നമുക്ക് ബാങ്ക് നെയിം കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് നരേഷൻ കൊടുത്ത് ഈ എൻട്രി സേവ് ചെയ്തു. നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എൻട്രി പറയുന്നത് നമ്മൾ കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കുറച്ച് ഫർണിച്ചറുകൾ വാങ്ങിക്കുന്നു. നമ്മൾ കടത്തിനാണ് വാങ്ങിക്കുന്നത്. നമ്മൾ പൈസയും കൊടുത്തിട്ടില്ല, ചെക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ആ എൻട്രി നമ്മൾ ജേണലിലാണ് ചെയ്യുക. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാഷും ബാങ്കും ഇല്ലാത്ത ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ജേണൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിക്കണത്, നമ്മൾ കടത്തിനാണ് വാങ്ങിക്കണത്. അപ്പൊ നമ്മൾ ആ എൻട്രി നമ്മൾ ഏതിലാണ് ചെയ്യുക? ജേണലിലാണ് ചെയ്യുക. ജേണൽ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ ചെയ്യാൻ, അതായത് ക്യാഷും ബാങ്കും അല്ലാത്ത എൻട്രീസ് ഒക്കെ നമ്മൾ ഏതിലാ പാസ് ചെയ്യുക? ജേണലിലാണ് പാസ് ചെയ്യുക. അപ്പൊ ഇവിടെ ജേണൽ സെലക്ട് ചെയ്തെടുക്കാം, എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? കമ്പ്യൂട്ടറാണ്. അപ്പൊ കമ്പ്യൂട്ടർ നമ്മുടെ ലിസ്റ്റിലില്ല. പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ്? ഓൾട്ട് സി പ്രസ് ചെയ്തു. ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ള പേര് കൊടുക്കാം. അണ്ടർ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ നമ്മൾ എഫ് അടിച്ചു. ഇവിടെ ഫിക്സഡ് അസറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പം നമുക്ക് ഇപ്പോൾ ആണെച്ചെങ്കിൽ ഒരു 23,000 അടിച്ചു. എൻ്റർ അടിച്ചു. ഇപ്പം നമ്മൾ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിക്കേണ്ടത്, കടത്തിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഏസ് കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞിട്ട് നമുക്കൊരു ലെഡ്ജർ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഏസ് കമ്പ്യൂട്ടേഴ്സ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ. നമുക്കിവിടെ എസ് അടിച്ചു. നമുക്ക് ഇവിടെ സൺട്രി ക്രെഡിറ്ററിലേക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഓൺ അക്കൗണ്ടിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ എൻട്രി സേവ് ചെയ്തു. ഇപ്പം നമ്മൾ ആ ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രീസ് ഒക്കെ കാണുന്നുണ്ടെങ്കിലോ നമ്മൾ ജസ്റ്റ് ഗോട്ടോയിലേക്ക് പോയി നമുക്ക് ഡേ ബുക്ക് അടിച്ചാൽ മതി. ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് ഡി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേ ബുക്ക് കൂടെ കാണിക്കും. അപ്പം നമുക്ക് ഡേ ബുക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ചെയ്തിട്ടുള്ള 3 എൻട്രി ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത എൻട്രി ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ വൗച്ചറിലേക്ക് പോയി വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമ്മൾ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ഫർണിച്ചറിന്റെ കടയാണ് കേട്ടോ. അപ്പം നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. അപ്പം നമ്മൾ ഏതൊക്കെയാണ് എടുക്കുക? പർച്ചേസ് ആണ്. നമ്മൾ വിൽക്കാൻ വേണ്ടി എന്താണോ വാങ്ങുന്നത് അതിനെയാണ് ഗുഡ്സ് എന്ന് പറയുക. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ F9 ആണ് അടിക്കേണ്ടത്. നമുക്ക് F9 അടിച്ചിട്ടാണ് നമ്മൾ ഈ എൻട്രി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ അടുത്ത് നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ബില്ല് വെച്ചിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബില്ലിൽ എന്താണ്? ബിൽ നമ്പറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പർച്ചേസിൽ പോയിട്ട് നമുക്ക് ബിൽ നമ്പറുകൾ നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അതിലെ ബിൽ നമ്പറാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ അടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് പോയി നമുക്ക് ബില്ലുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ വൗച്ചർ ടൈപ്പാണ് എടുക്കേണ്ടത്. അതിൽ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പർച്ചേസിന്റെ ബില്ല് നമ്മൾ ഇവിടെ മാനുവൽ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താ കാണിച്ചാൽ നമ്മൾ ഡിഫറൻറ്റ് സ്ഥലത്ത് നിന്നാണല്ലോ വാങ്ങിക്കുക. അപ്പൊ നമുക്ക് ബിൽ നമ്പർ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിൽ നമ്പർ നമ്മുടെ മാനുവൽ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുക. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി എസ്കേപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ പർച്ചേസിന്റെ എൻട്രിയാണ് ചെയ്യണത്. അതായത് നമ്മൾ വിൽക്കാൻ വേണ്ടിയുള്ള ഗുഡ്സ്, നമ്മുടെ ഫർണിച്ചറിന്റെ കടയാണുള്ളത്. അപ്പൊ നമുക്ക് ഫർണിച്ചറാണ് നമ്മൾ വാങ്ങിക്കണത്, അതാണ് നമ്മൾ വിൽക്കണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനുവേണ്ടി എന്താണ്? മുകളിൽ കമ്പനിയിലേക്ക് പോയി F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണും, എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഓപ്ഷനാണ് യെസ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ GST നമ്പറാണ്. അപ്പോൾ 15 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ 2 ഡിജിറ്റ് പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ കേരളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിന്റെ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ എങ്ങനെയാണ് പീരിയോഡിസിറ്റി, നമ്മൾ റിട്ടേൺ എങ്ങനെയാണ് കൊടുക്കുന്നത്, മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ? നമുക്ക് മന്ത്ലി ആണ് കൊടുക്കണമെങ്കിൽ മന്ത്ലി കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു വെച്ചു. ഇവിടെ നമ്മൾ വീണ്ടും എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞ് ഇത് സേവ് ചെയ്ത് വെച്ചു. ഇപ്പൊ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഒരു പർച്ചേസിന്റെ എൻട്രിയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് നമുക്ക് ഒരു ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ല് നമ്മുടെ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കയറ്റണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബിൽ നമ്പർ, ഇവിടെയാണ് നമ്മൾ ബിൽ നമ്പർ കൊടുക്കേണ്ടത്, അതായത് ആ ബില്ലിലെ നമ്പർ. അപ്പോൾ ആ ബില്ലിലെ നമ്പർ പറയുന്നത് P1021 ആണെന്ന് വിചാരിക്കുക. ആ നമ്പർ അടിച്ചു, നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ആ ബിൽ നമ്പറുകൾ തന്നെ അടിച്ചു കൊടുക്കാം. 21 അടിച്ചു. ഇവിടെ ഡേറ്റ്, ബില്ലിലെ ഡേറ്റ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ റൈറ്റിൽ നമ്മൾ അടിക്കുന്ന ഡേറ്റും ഇവിടെ ബില്ലിലെ ഡേറ്റുമാണ് അടിക്കേണ്ടത്. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ആരുടെ അടുത്ത് നിന്നാണ് ഗുഡ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, TM കമ്പ്യൂട്ടേഴ്സ് വന്നിട്ട്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം. ജസ്റ്റ് അവിടെ കൊണ്ടേ വെച്ചു കേഴ്സർ. ഇതിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തോടത്തേക്ക് പോകണം എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ അണ്ടർ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് കൊടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു. നമുക്ക് ഇവിടെ പാർട്ടിയുടെ സ്റ്റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും എൻ്റർ അടിക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പർച്ചേസിന്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസിന്റെ ലെഡ്ജർ ഇല്ല. ഏതൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Alt C ആണ് അടിക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് Alt C അടിച്ചു. ഇവിടെ പർച്ചേസ് എന്ന ലെഡ്ജർ കൊടുക്കാം. പർച്ചേസ് കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും GST അപ്ലിക്കബിലിറ്റി. ഇവിടെ അപ്ലിക്കബിലിറ്റിക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഗുഡ്സ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. അപ്പോൾ നമുക്ക് Alt C എടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റിൽ നമ്മുടെ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടേബിൾ അടിച്ചു. ഇവിടെ നമുക്ക് യൂണിറ്റ് കൊടുക്കാം. Alt C അടിച്ചു. നമ്മുടെ പീസ് എന്നുള്ളൊരു യൂണിറ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് ഫോർമൽ നെയിമിൻ്റെ അവിടെ നമ്മൾ പീസ് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണിക്കും യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറഞ്ഞിട്ട് UQC കോഡ്. ഇത് നമുക്ക് GST ഡിപ്പാർട്ട്മെന്റിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഓരോ പ്രോഡക്റ്റും ഓരോ സ്ഥലങ്ങളിലും വിവിധ തരത്തിലാണ് അറിയപ്പെടുക. അപ്പോൾ അത് വേണ്ടിയിട്ട് എല്ലാറ്റിനും ഒന്ന് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് GST ഡിപ്പാർട്ട്മെന്റ് ഒരു കോഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിന്റെ പീസസ് എന്നുള്ളത് കൊടുക്കാം. നമുക്ക് ഇവിടെ കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിലിറ്റിയിലെ അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. XSN കോഡ് ഇവിടെ നമുക്ക് സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുത്തു. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു കോഡ് കൊടുക്കാം. അപ്പോൾ ഓരോ ഐറ്റം ഓരോ കോഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി GST റേറ്റ് ആണ്. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയറിലേക്ക് കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. 12% കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് CGSTയും SGSTയും 2 റേറ്റുകളായിട്ടാണ് വരിക. ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് F12 പഠിക്കുക. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണും. ബ്രേക്കിംഗ് അപ്പ് ഓഫ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണും. ഈ ഒരു ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് അവിടെ 2 റേറ്റുകൾ നമുക്ക് കാണിക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 കൊടുത്തു. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5500 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി നമുക്ക് അടുത്ത ഐറ്റം കൊടുക്കാം. Alt C അടിച്ചു. ഇപ്പോൾ നമുക്ക് 5 കൊടുക്കാം. ഇപ്പോൾ ഡബിൾ കോട്ട്. എൻ്റർ അടിച്ചു. യൂണിറ്റ് നമുക്ക് പീസസ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ നമ്മൾക്ക് ഇവിടെ ഇതിൻ്റെ കോഡ് കൊടുത്തു. HSN കോഡ് കൊടുത്തു. ഇവിടെ നമ്മുടെ വീണ്ടും സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ നമ്മുടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് റേറ്റ് കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം. ഇവിടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 15 കൊടുത്തു. റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 24,000 കൊടുത്തു. എൻ്റർ അടിച്ചു. നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം ഷെയർസ്. അണ്ടർ പ്രൈമറിയിലേക്ക് കൊടുത്തു. യൂണിറ്റ് പീസസ് കൊടുത്തു. എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിലിറ്റിയിൽ അപ്ലിക്കബിൾ കൊടുത്തു. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയറിൽ കൊടുത്തു. നമുക്ക് HSN കോഡ് കൊടുത്തു. സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു. റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ഇതിൻ്റെ
ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ചെയർസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 30 ചെയർ കൊടുത്തു. റേറ്റ് കൊടുക്കാൻ നമുക്ക് ഒരു 650 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് വീണ്ടും Alt C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ഐറ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. കബോർഡ് നടിച്ചു, എൻ്റർ അടിച്ചു. യൂണിറ്റ് പീസസ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ കൊടുത്തു. നമുക്ക് കോഡ് കൊടുത്തു, എൻ്റർ അടിച്ചു. സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ കൊടുത്തു. ടാക്സബിൾ കൊടുത്തു, നമുക്ക് 12% കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ കബോർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 കൊടുത്തു. നമ്മളതിൻ്റെ റേറ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം, ഒരു 15,000 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ടാക്സ് ആണ് കാണിക്കേണ്ടത്. നമ്മൾ ഒന്നും കൂടി എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇപ്പോൾ 5,24,500 ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഇനി എന്തുകൂടി കാണിക്കണം, ഇതിന്റെ ടാക്സും കൂടി നമുക്ക് ഇവിടെ കാണിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യണം. Alt C അടിച്ചു, CGST അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ് കൊടുക്കേണ്ടത്. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്ക് കൊടുത്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സിലേക്ക് GSTക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് CGST എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ CGSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി നമുക്ക് അടുത്തത് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, SGST ആണ്. Alt C അടിച്ചു, SGST ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, GST കൊടുത്തു. നമ്മളിവിടെ SGSTയിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. SGST കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും നമ്മൾ എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ടാക്സ് ഇവിടെ വന്നു, ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് വന്നു. ഇപ്പം നമുക്ക് ടാക്സിൻ്റെ റേറ്റ് നമുക്ക് എവിടെ നിന്ന് അറിയണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ട നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റിലേറ്റഡ് റിപ്പോർട്ട്സ്. കൺട്രോൾ അടിച്ചാൽ മതി. അടിയിൽ ഡബിൾ ലൈൻ ആണെങ്കിൽ കൺട്രോളും, സിംഗിൾ ലൈൻ ആണെങ്കിൽ ആൾട്ടുമാണ് അടിക്കേണ്ടത്. ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സ് അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും GST ടാക്സ് അനാലിസിസ്. ഇവിടെ Alt A പ്രസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കാണിക്കും. എല്ലാത്തിൻ്റെയും ഡ്യൂട്ടിയുടെ ടാക്സിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പേഴ്സൻറ്റേജ് വന്നിട്ടില്ല. പേഴ്സൻറ്റേജ് വന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണും, F5 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റുകൾ വന്നു 6%, അങ്ങനെയാണ് 12% വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂ റെഫറൻസിൽ വന്നു. നമ്മളവിടെ ബിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് ഡേയ്സ്, ഈ പാർട്ടിക്ക് ഏത് ഡേറ്റിലാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്, അവർ നമുക്ക് എത്രയാണ് അവധി തന്നിരിക്കുന്നത്. ഇവിടെ 30 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത് 1 മെയ്ക്കാണ്. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ പാർട്ടിക്ക് എത്ര കൊടുക്കാനുണ്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടൊക്കെ കാണണ്ടേ. അതിനുവേണ്ടി മുകളിൽ ഗോ ടൂലേക്ക് പോയി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും, ബില്ല് പേയബിൾ, കൊടുക്കാനുള്ള എമൗണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് ഡേറ്റ്, ബിൽ നമ്പർ, പാർട്ടിയുടെ പേര്, എത്രയാണ് കൊടുക്കാനുള്ളത്, 5,87,440 രൂപയാണ് കൊടുക്കാനുള്ളത്. എന്നാണ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് 1/5 ഡ്യൂ ഡേറ്റ്. നമ്മൾ എന്നാണ് റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത്, 1/4 നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത്. അപ്പം ഇനി നമുക്ക് കൊടുക്കാനുള്ള ഡേറ്റിൽ എന്താണ് നമുക്ക് സാവകാശമുണ്ട്. അടുത്തൊരു ഡേറ്റിലാണ് നമ്മൾ ഈ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി ചെയ്യാം. നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നമ്മൾ എക്സ്പെൻസിന്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെന്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. F5 ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ Alt C അടിച്ചു, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അപ്പോൾ അടിച്ചു. ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ എമൗണ്ട് ആണെന്നെങ്കിൽ കൊടുക്കാം. ഒരു 750 കൊടുത്തു. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് എന്ന് കൊടുത്ത് നമ്മൾ ക്യാഷ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു എൻട്രി പറയുന്നതാണെങ്കിൽ റിഫ്രഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ Alt C അടിച്ചു, റിഫ്രഷ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ റിഫ്രഷ്മെന്റ് ആണെങ്കിൽ ഒരു 300 ആണ് കൊടുത്തത്. ക്രെഡിറ്റ് എന്നുള്ളത് ക്യാഷ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു എൻട്രി സേവ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സെയിൽസിൻ്റെ ഒരു എൻട്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിൽസ് ചെയ്യാൻ വേണ്ടി ഏതാണ് എടുക്കേണ്ടത്, F8 ആണ് പ്രസ് ചെയ്യേണ്ടത്. F8 പ്രസ് ചെയ്തു, എൻ്റർ അടിച്ചു.
നമ്മളിപ്പോൾ ക്യാഷിനാണ് സെയിൽ ചെയ്യണത്. അപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസ് ഉള്ള ലെഡ്ജർ ചെയ്യാം. ഇവിടെ സെയിൽസ് ഓൾട്ട് സി അടിച്ചിട്ട് ഇവിടെ നമുക്ക് സെയിൽസ് ഉള്ള ലെഡ്ജർ ചെയ്യാം. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഗുഡ്സിലേക്ക് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ സ്പേസ് ബാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ഒക്കെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വിൽക്കണമെന്നാണെങ്കിൽ നമ്മൾ ചെയർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ചെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 5 ചെയർ നമ്മൾ വിൽക്കുന്നു. നമുക്കതിൻ്റെ റേറ്റ് കൊടുക്കാം. ഒരു 750 കൊടുത്തു. എൻ്റർ അടിച്ചു. അടുത്തൊരായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ടേബിൾ എടുത്തു. ടേബിൾ ആണെങ്കിൽ നമ്മളൊരു 2 ടേബിൾ നമ്മളിവിടെ കൊടുക്കുന്നു. നമുക്കതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോഴനുസരിച്ച് ഒരു 1200 കൊടുത്തു. എൻ്റർ അടിച്ചു. നമുക്ക് ഇതിൻ്റെ ടാക്സ് കാണിക്കണം. നമ്മൾ വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അടുത്തത് SGST എടുത്തു. എൻ്റർ അടിച്ചു. എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാണണം. ടാക്സ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അത് കാണാൻ വേണ്ടിയിട്ട് റിലേറ്റഡ് റിപ്പോർട്ട്സ് ഇവിടെ കൺട്രോൾ അടിച്ചു. ഇവിടെ നമുക്ക് ടാക്സ് അനാലിസിസ് ഓൾട്ട് പ്രസ് ചെയ്യാം. എടുത്തു. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണം വിചാരിക്കുക. F5 ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടാക്സുകളുടെ ഡീറ്റെയിൽസ് 6%, 6% വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. നമ്മൾ ആ സെയിൽസിൻ്റെ എൻട്രി നമ്മൾ സേവ് ചെയ്തു. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു എൻട്രി നമ്മൾ സേവ് ചെയ്തു. ഇനി ഒരു ഇനി നമ്മളൊരു ക്രെഡിറ്റിലാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടീസ് അക്കൗണ്ടിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി അടിച്ചു. റെക്സ് ഫർണിച്ചർ എന്ന ഷോപ്പിനാണ് നമ്മൾ ഈ ഗുഡ്സ് വിൽക്കുന്നത്. അണ്ടർ സൺഡ്രി ഡെറ്റർ അടിച്ചു. സൺഡ്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈബിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. പാർട്ടിയുടെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. സെയിൽസ് എടുത്തു. സ്പേസ് ബാർ അടിച്ചു. ഇവിടെ നമുക്ക് ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കബേർഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. കബേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3 അടിച്ചു. നമുക്ക് ഇതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു 29,000 കൊടുത്തു. എൻ്റർ അടിച്ചു. നമുക്കിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ എടുക്കാം. ഇപ്പോൾ ഡബിൾ കോട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിന്റെ റേറ്റ് കാണണം വിചാരിക്കുക. ഇപ്പൊ നമ്മളെ പർച്ചേസിന്റെ റേറ്റിന്റെ മുകളിലാണല്ലോ നമ്മൾ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക. അപ്പൊ സാധാരണ പർച്ചേസിന്റെ റേറ്റ് കാണണമെങ്കിൽ പർച്ചേസിന്റെ എൻട്രിയിലേക്ക് പോകണം. പക്ഷെ അവിടേക്ക് പോയി നോക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോയിൽ നമ്മൾ പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസിന്റെ റേറ്റ് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ട് അടിച്ചാൽ മതി. സ്റ്റോക്ക് ക്വയറി റിപ്പോർട്ട് ഓൾട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഐറ്റം ഡബിൾ കോട്ട് റേറ്റ് പർച്ചേസ് റേറ്റ് ഉണ്ടായിരുന്ന 24,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്ക് അടിച്ചു കൊടുക്കാം. അതായത് പ്രോഫിറ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ അതിൻ്റെ റേറ്റ് അടിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 3 കൊടുത്തു. ഇപ്പോൾ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 27,500 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് അടുത്ത ഐറ്റം ആണെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അടുത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ടേബിളിൻ്റെ റേറ്റ് അറിയണം. അതിന് വേണ്ടിയിട്ട് ഓൾട്ട് അടിച്ചു. അപ്പോൾ ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 5,500 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കൊടുക്കാം. ഇപ്പോൾ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ടേബിൾ എടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6,500 നമ്മളിവിടെ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ എൻ്റർ അടിച്ച് ന്യൂ റെഫറൻസിൽ വന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ നമ്മളിവിടെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. വീണ്ടും ന്യൂ റെഫറൻസിൽ വന്നു. ബിൽ നമ്പർ വന്നു. നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ഡേയ്സ് കൊടുക്കാം. 25 ഡേയ്സ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക്
റിപ്പോർട്ട് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഗോറ്റോയ്ക്ക് പോയി ബില്ല് റിസീവബിൾ കിട്ടാനുള്ളത് ബില്ല് റിസീവബിൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പം എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്, പാർട്ടിയുടെ പേര്, പെൻഡിങ് എമൗണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ ഡ്യൂ ഡേറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കണത് എന്നാണ്? 1/4 റിപ്പോർട്ട് എടുത്ത് നോക്കണത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഈ പാർട്ടിക്ക് നമ്മുടെ പേയ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എസ്കേപ്പ് ചെയ്തു, വൗച്ചറിലേക്ക് പോയി പേയ്മെന്റ് എടുത്തു. പാർട്ടിക്ക് പർച്ചേസ് ചെയ്ത പാർട്ടിയുടെ അടുത്ത് പേയ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മൾ ഏത് പാർട്ടിയുടെ അടുത്താണ് വാങ്ങിച്ചിട്ടായിരുന്നത്? TM ഫർണിച്ചറിന്റെ അടുത്താണ്. അപ്പൊ TM ഫർണിച്ചർ. അപ്പൊ TM ഫർണിച്ചറിന് 5,87,450 കൊടുക്കുന്നത്. നമ്മുടെ ഡേറ്റ് കൊടുക്കണത് നമ്മൾ 1/5 കൊടുക്കുന്നത്. നമ്മൾ അടിച്ചു. ഇനി നമ്മുടെ പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ TM ഫർണിച്ചറിന്റെ അടുത്താണ് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ TM ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ TM ഫർണിച്ചറിന് കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കും. നമ്മളിപ്പോ തൽക്കാലം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 lakh ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 1 lakh എന്നുള്ളതാണ്. എൻ്റർ അടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു, ടോട്ടൽ എമൗണ്ട് കാണിച്ചു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ചെക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ആ എൻട്രി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് പാർട്ടി പൈസ തരികയാണ് ചെയ്യുന്നത്. നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ പാർട്ടിയുടെ അടുത്ത് പൈസ കിട്ടുന്നു. അപ്പൊ റെസിപ്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ നമുക്ക് പൈസ കിട്ടണത്? റെക്സ് ഫർണിച്ചറിന്റെ അടുത്താണ് പൈസ കിട്ടുന്നത്. അപ്പൊ റെക്സ് ഫർണിച്ചർ അടിച്ചു. ഇവിടെ നമുക്ക് 2,11,650 രൂപയാണ് നമുക്ക് കിട്ടണത്. അപ്പൊ നമുക്ക് ഈ പാർട്ടിയുടെ അടുത്ത് നമുക്ക് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ കിട്ടുന്നു. അപ്പൊ നമ്മളിവിടെ 2,11,680 രൂപ അടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ബാങ്കിലേക്കാണ് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഈ പാർട്ടിക്ക് നമ്മൾ ഒരു 680 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്ക് ബാങ്കിൽ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നുള്ളൂ? 2,11,600. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കാം 2,11,600 നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്കിയുള്ളത് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ്? ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡിസ്കൗണ്ട് അവർക്ക് അനുവദിക്കുകയാണ്, നമ്മൾക്ക് എക്സ്പെൻസ് ആണത്. Alt-C അടിച്ചു. ഡിസ്കൗണ്ട് അലൗഡ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ എൻട്രി അപ്പൊ നമ്മൾ ഇതൊരു കോമ്പൗണ്ട് എൻട്രി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. പാർട്ടിയുടെ ലെഡ്ജർ ഒന്ന് ആദ്യം എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിൽ ഗോറ്റൂർക്ക് പോയി ലെഡ്ജർ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് ലെഡ്ജർ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ റെക്സ് ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് റെക്സ് ഫർണിച്ചർ എല്ലാ ഡേറ്റിലും എൻട്രി കാണാൻ വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് F2 അടിച്ചു, എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. വീണ്ടും എസ്കേപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അതായത് ആ ഡേറ്റിനെ അങ്ങോട്ട് കളഞ്ഞു. അപ്പം സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് റെസിപ്റ്റും കിട്ടി. ഈ പാർട്ടിയുടെ അക്കൗണ്ട് എന്താണ്? ഫുള്ളി എന്താണ്? സെറ്റിൽ ചെയ്ത് പോയിട്ടുണ്ട്. കാരണം റെസിപ്റ്റിൽ നമ്മുടെ കോമ്പൗണ്ട് എൻട്രിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് P അടിച്ചു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ നമുക്ക് എക്സ്പെൻസുകളും റൈറ്റിൽ ഇൻകം ആണ്. അപ്പോൾ പർച്ചേസിന്റെ ഫിഗർ ഇവിടെ വന്നിട്ടുണ്ട്. സെയിൽസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് 1,95,150. നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിലെ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് സെയിൽസ് നിന്ന് പർച്ചേസ് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വന്നു. നമുക്ക് ഇങ്ങോട്ട് ഗ്രോസ് പ്രോഫിറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്തിട്ട് ഇട്ടു. പിന്നെ നമുക്ക് കുറച്ച് എക്സ്പെൻസുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് പറയുന്നത് 46,270 രൂപയാണ്. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ്. അപ്പം നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും എടുക്കാൻ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് ബാലൻസ് ഷീറ്റ് പറയേണ്ടതാണ് ആസ്തികളുടെയും ബാധ്യതകളുടെയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഓരോ റിപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് ലയബിലിറ്റീസും വലതുഭാഗത്ത് അസറ്റുകളുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു രീതിയിലാണ് ഓരോ എൻട്രി ചെയ്യണം. അതിന്റെ റിപ്പോർട്ടുകൾ എവിടെ കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ബില്ലുകളെല്ലാം പ്രോപ്പറായി അടിക്കണം. അപ്പൊ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിലും പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഏത് എൻട്രി ആണെങ്കിലും അത് ഏത് വൗച്ചറിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതേപോലെ റിപ്പോർട്ടുകൾ എടുക്കാനും അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് അറിയണമെങ്കിലോ മുകളിൽ ഗോറ്റൂർക്ക് പോയി ഇവിടെ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ക്യാഷ് കാണിച്ചു. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു.
വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ചു. നമുക്ക് മന്തിലെ ബാലൻസ് കാണിക്കും. നമുക്കിവിടെ ഓരോ ദിവസത്തെയും ബാലൻസുകൾ കാണണം വിചാരിക്കുക. നമുക്കിവിടെ ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഡെയിലി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡെയിലി ബ്രേക്കപ്പ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ദിവസത്തെ ബാലൻസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് ഡെബിറ്റിൽ 2,06,858 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് പോയിട്ടുള്ള എമൗണ്ട് ആണ് ഇത്. ഒന്നും കൂടി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീണ്ടും മുകളിൽ ഗോറ്റുവിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് എസ് അടിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സമ്മറി എന്ന് പറഞ്ഞിവിടെ കാണിക്കും. സ്റ്റോക്ക് സമ്മറി കിട്ടും. നമുക്കിവിടെ ചെയർ ഉണ്ട്, കബോർഡ് ഉണ്ട്, ഡബിൾ കോട്ട് ഉണ്ട്, ടേബിൾ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന സ്റ്റോക്കാണ്. വീണ്ടും ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു, അതായത് 30 എണ്ണം ഇൻവേർട്ടിൽ വന്നിട്ടുണ്ട്, അതിൽ 5 എണ്ണം പോയിട്ടുണ്ട്, ബാക്കി 25 പീസ് ഉണ്ട്. ഏതാണ് ഐറ്റം? ചെയേഴ്സ്. നമ്മുടെ കയ്യിൽ ഇത്രയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വൗച്ചർ എൻട്രി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൗച്ചർ സെലക്ട് ചെയ്തെടുത്താൽ ഓരോ എൻട്രിയും ഏതേത് വൗച്ചർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വൗച്ചർ എൻട്രി കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഈ വൗച്ചർ എൻട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 മോഡുകളുണ്ട്. ഇൻവോയ്സ് മോഡും ഉണ്ട്, അതേപോലെ തന്നെ വൗച്ചർ മോഡും ഉണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് ഐറ്റം ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഐറ്റം ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നെയിം ഓഫ് ഐറ്റം വന്നത്. നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞത് ഐറ്റം ഇല്ല എന്ന് വിചാരിക്കുക, ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ചേഞ്ച് മോഡ് ഉണ്ട്. അപ്പൊ പർച്ചേസിൽ വെച്ചിട്ട് ചേഞ്ച് മോഡ് അടിച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. നമ്മൾ പേയ്മെന്റ് വെച്ചപ്പോൾ സിംഗിൾ എൻട്രി ഡബിൾ എൻട്രി വന്നില്ലേ, പക്ഷെ പർച്ചേസിലാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഐറ്റം ഇൻവോയ്സ് ആയതുകൊണ്ട് നമ്മൾ ഐറ്റം ഇൻവോയ്സിലാണ് ചെയ്തത്. ഇനി ലെഡ്ജർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, നമ്മൾ ഈ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാർട്ടിയുടെ പേര്, അപ്പോൾ ഇവിടെ പർട്ടിക്കുലേഴ്സിലെ പർച്ചേസ് മാത്രമാണ് കാണിക്കുക. അപ്പോൾ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഐറ്റം ഇൻവോയ്സിലേക്കായിട്ടാണ് നമ്മൾ ഐറ്റം ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഒരു മോഡ് കൂടി ഉണ്ട്, വൗച്ചർ മോഡ് എന്ന് പറയും, ആസ് വൗച്ചർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റ് എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ പേര്, ഡെബിറ്റ് എന്നുള്ളത് പർച്ചേസ് കാണിക്കും, എന്നിട്ട് ഐറ്റം കാണിക്കും. അപ്പൊ പർച്ചേസിൽ ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ഒരു മോഡ് ഉപയോഗിക്കാറില്ല, ഐറ്റം ഇൻവോയ്സ് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് വേറെ ആരും പറഞ്ഞു തരുന്നുണ്ടായിരിക്കില്ല. അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും അതേപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.